ലെജൻസ് കളറാണ്. നമുക്ക് നോർമൽ ഗ്രീൻ അല്ല, അതിന് ഡബിൾ ടോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബ്രിക്ക് കളർ ഇങ്ങനെ മാറി മാറി വരും അതിൻ്റെ ഇടയ്ക്ക്. ആ ഗ്രീനും ബ്രിക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ആ ഒരു ഇതൊക്കെ സെയിം ആണ്, പക്ഷേ കളർ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, നമ്പർ G891. ഒരു ഷെയ്ഡ് ഡാർക്ക് ലാവണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ്. ഇതും എല്ലാവരുടെ ഫേവറേറ്റ് കളർ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ G893. ലാസ്റ്റ് കളർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ തന്നെയാണ്, പക്ഷെ ഭയങ്കര ബ്ലൂ അല്ല കേട്ടോ, ഗ്രീനിഷ് ബ്ലൂ എന്ന് പറയാവുന്നൊരു ഷെയ്ഡ്. നമുക്ക് തന്നെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ തന്നെ നമ്മൾ പറയും, പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കുറച്ച് ബ്ലൂ കളർ കൂടുതലില്ല. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു ഗ്രീൻ ടോൺ കൂടുതൽ വരും, അതുകൊണ്ടാട്ടോ ഗ്രീനിഷ് ബ്ലൂ എന്ന് പറഞ്ഞാൽ. ഡിസൈനൊക്കെ സെയിം തന്നെയാണ്, ദുപ്പട്ടയ്ക്കകത്തും വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെയിനായിട്ട് ആ വർക്കും ആ ഡിസൈൻ തന്നെയാണ് അത്ര ഹിറ്റായിട്ട് ഓടിയത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് G896. ഷെയ്ഡ് ഡാർക്ക് ലാവണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ്. ഇതും എല്ലാവരുടെ ഫേവറേറ്റ് കളർ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ G893.